ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ജ്യൂസാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അത് കുടിക്കുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ ഫീലാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് 2 കുക്കുംബർ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ അരിയൊന്നും കളഞ്ഞിട്ടില്ല. ഇനി അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുക്കുംബറാണ്. അതിൻ്റെ അരി കളയാണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. തൊലി മാത്രം കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരക്ക് പകരം തേനും ഉപയോഗിക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. അതിന് ശേഷം പുതിന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടുതലാവണ്ട, അപ്പോൾ അതിന് ഒരു കുത്ത് വരും. ഇനി ചേർക്കുന്നത് നാരങ്ങാനീരാണ്. അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം നാരങ്ങാനീര് ചേർക്കാൻ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അത് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് അതിനെ അരിച്ച് മാറ്റാം. കുക്കുംബറിൻ്റെ അരി ചേർക്കുന്നത് കാരണമാണ് ഇതുപോലെ സ്ട്രെയിനറിൽ ജ്യൂസ് അരിക്കുന്നത്. ഇപ്പോൾ എല്ലാതും അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. ഇനി ചേർക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്. അത് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഇനി ചേർക്കുന്നത് കസ്കസാണ്. കസ്കസ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അസ്സലാമു അലൈക്കും. താങ്ക് യു.